ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ എല്ലാവർക്കും? ഇന്ന് അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു പച്ചടി ഉണ്ടാക്കിയാലോ? വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. കൂട്ടാൻ ഉപ്പേരി എന്നുള്ളതെന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ പിന്നെ ചിക്കൻ, മീൻ, മുട്ട, അങ്ങനെ കുട്ടികൾക്കൊക്കെ അങ്ങനെ വേണ്ടു അല്ലേ? അപ്പോൾ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് ഇല്ല, എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പച്ചടി ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ ഇഷ്ടമാവും. ചെറുപ്പം മുതൽക്കേ അങ്ങനെയൊക്കെ കൊടുക്കുക. പച്ചക്കറിയൊക്കെ എപ്പോഴും ചിക്കൻ അങ്ങനെ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ? ഇതാ വെള്ളരിക്ക, ഇതുകൊണ്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം. ഓക്കേ, വാ നമുക്ക് ഒപ്പം കൂടാം. ഈ പച്ചടിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയൊരു വെള്ളരിക്ക ഉണ്ട്, പിന്നെ ഇതേ ഒരു മുറി തേങ്ങ, ചെറിയ തേങ്ങയായിരുന്നു, അതിൻ്റെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതേ 4 പച്ചമുളകുണ്ട്, പിന്നെ തൈരിൻ്റെ ഒരു പാക്കറ്റും, അത്രേ വേണ്ടൂ കേട്ടോ. പിന്നെ ഈ തേങ്ങയിൽ നമ്മൾ കടുക് അരച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കടുക് കൂട്ടി അരയ്ക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം. പച്ചടി ആവുന്നത് കടുക് അരയ്ക്കുമ്പോഴാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് തോല് ചെത്തിയെടുക്കാം. ഞാൻ ഈ കഷ്ണങ്ങളൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്കൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ നന്നല്ല. പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് വേവിക്കണം കേട്ടോ. ഒരു വിസിൽ മതി. അത് ആ വിസിൽ വരാറായിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങയിൽ കൂടെ അത് അല്പം കടുക് ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരിഞ്ഞ് ആയി കഴിഞ്ഞാൽ ഈ മാറ്റി വെച്ചിട്ടുള്ള തൈരും കൂടി അതിലിട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. അപ്പോൾ അതങ്ങ് മിക്സ് ആവും. അപ്പോൾ ആ കട്ടയൊക്കെ ഉടഞ്ഞ് ശരിയാവും. ഓക്കെ, ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞിട്ടൊന്നുമില്ല, അതാ നല്ല ജസ്റ്റ് ഒന്ന് വെന്തിട്ടേ ഉള്ളൂ. തേങ്ങയും കടുകും കൂടി അരച്ചിട്ടുള്ള അരവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ചൂടായിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടായിട്ട് തിളച്ചിങ്ങനെ വരാൻ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്താ അങ്ങനായിട്ടുള്ളൂ. ഇനി ഇതൊന്ന് വറുത്തിടണം. അല്പം കടുക് എടുത്തിട്ടുണ്ട്, മുളക് പൊട്ടിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ ഈ കടുകും മുളക് പൊട്ടിച്ചതും കൂടി അതിലേക്ക് ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ ഈ കറിവേപ്പിൻ്റെ കൂടി ഇടണം കേട്ടോ. അതിനുശേഷം ഇത് ആയി മൂത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി പച്ചടി റെഡി. തൈരൊക്കെ ഒഴിച്ചിട്ടുള്ളതെല്ലാം കൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കല്ലേ. നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. സൂപ്പർ, സിമ്പിളായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനും കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക്, കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ.